ചേച്ചി ആൾക്ക് അവിടെ പൊക്കാം, അവിടെ പൊക്കിയാ വെള്ളം കയറിയില്ല. ഇത് ഈ മെറ്റൽ ഇവിടെ ഇട്ടിട്ട് പൊക്കേണ്ട കാര്യമുണ്ട്. ഇത് റോഡിന്റെ ഒപ്പത്തിനെ വെച്ചേക്കണ. ഇന്നലെ കൊച്ചിയിൽ നടന്ന ഒരു സംഭവമാണിത്. വേറെയൊന്നും അല്ല, ഒരാള് അവിടെ കിടന്നിട്ട് എന്ന് പറയുന്ന അയാളുടെ വീട്ടിലേക്ക് വെള്ളം കയറും എന്ന് പറഞ്ഞിട്ട് അവിടെ മതിൽ എന്തോ ചെറിയൊരു കാന പോലെ എന്തോ കയറി വെക്കുന്നത്. അതിലൊരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതായത് ഇവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മതിലിടിഞ്ഞു പോകും എന്ന് ഒരു സ്ത്രീ വന്ന് പറയുകയാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ മെമ്പറും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വാക്ക് തർക്കമാകുന്നു. വാക്ക് തർക്കത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ഈ ചൂലുകൊണ്ട്, അതായത് നമുക്ക് എല്ലാവർക്കും ഇരുമ്പിൻ്റെ ചൂലുണ്ട്, ആ ചൂലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളിലൊക്കെ എന്ന വാർത്തകളൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സ്ത്രീ അവരെന്തോ ആർട്ടിസ്റ്റ് എന്തോ ആണെന്ന് പറയുന്നു. ആ സ്ത്രീയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായി മർദ്ദിച്ചു, അയാളുടെ പേരിൽ കേസെടുക്കുന്നു. അതുമാത്രവുമല്ല, ആ സ്ത്രീയെ അയാൾ അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. അതായത് ഈ സ്ത്രീ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതായത് ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. ഏതായാലും ആ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അവസാനം ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നീ എന്നെ കയറി പിടിച്ചു എന്ന് പറയുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ നീ എനിക്ക് പിന്നെ ചാറ്റ് ചെയ്യല്ലേ, എൻ്റെ ബാതിലിന് വന്ന് മുട്ടിയില്ലേ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ ജയിക്കാൻ വേണ്ടി പറയും. എന്നാൽ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരെയും നമുക്ക് നന്മമരമാക്കാനൊന്നും കഴിയില്ല. ഏതായാലും ഈ ഒരു സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിയിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം നിങ്ങളിന്ന് കാണിച്ചു തരാം. വീടിന്റെ മുൻവശം റോഡിൽ ഞാൻ ഒരു ഇഞ്ച് കയറിയിട്ടില്ല. എന്റെ വീടിന്റെ ഞാനിത് പണ്ട് നിങ്ങൾക്ക് ഞാൻ പണ്ടേ ഇവിടെ ഒരു സാധനം ഇടാറില്ലേ, അതിപ്പോ ഹൈറ്റ് കൂട്ടിയതുള്ളൂ. ആ ഹൈറ്റ് കൂട്ടുമ്പോ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാന് എനിക്ക് അത് നമുക്കറിയില്ല. ചേച്ചി പറ, അതെന്താ ചെയ്യണ്ടേ പറ. വെള്ളം റോഡില് വെള്ളത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പോക്ക് തടയാൻ പറ്റില്ല. ഇത് വെള്ളത്തിന്റെ പോക്കല്ല. നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഞാനിവിടെ മെമ്പറുടെ അടുത്ത് സംസാരിച്ചു. ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വെള്ളം തടഞ്ഞേക്കണേ ഇവര്. അപ്പൊ അല്ല, അത് അവിടെ തടയാ. ഇതിന്റെ മുകളിൽ ചെയ്യാൻ പാടില്ല. ഇതിന്റെ മുകളിലേക്ക് അല്ല, ഇവിടെ ഗ്യാപ്പ് വരണ്ടേ? അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് വരണമെന്നില്ല. ചേർത്ത് ചെയ്യാം. അപ്പൊ ഞാൻ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ ഇനി. ഇല്ല, ശരിയല്ലേ? ശരിയായി. കാരണം അവനവന്റെ പ്രോപ്പർട്ടി അവനവന്റെ ഉത്തരവാദിത്വം. കാരണം ഈ വെള്ളം മുഴുവൻ കെട്ടി നിൽക്കുന്നത് ഇവിടെയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ആ മതിലിനാണ് ദോഷം. ഈ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടാൻ പോണില്ല. അവിടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ലീനാക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇത് മതിലിടിഞ്ഞാൽ ഒരു സാധനം ഞാൻ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അത് ഞങ്ങളെ പ്രശ്നമല്ല. ഞാൻ മേടിച്ച 3 കൊല്ലമല്ല. ഞാൻ ഒന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടും ഞാൻ അവിടെ. സൗകര്യമില്ല, അത് പൊളിയും. അത് ഇനി അഥവാ പൊളിഞ്ഞ് അവിടെ ഷീറ്റ് കെട്ടും. എന്റെ സൗകര്യം എന്താണ്, എന്റെ പ്രശ്നം എന്താന്ന് എനിക്കറിയാം. അതെനിക്കറിയാം, അതെന്റെ ഫോണിലുണ്ട്. എന്ത് പ്രശ്നം? നീ രാത്രി കാലിൽ തോണ്ടാൻ വന്നപ്പോ ഞാനതിന് നിന്ന് തന്നില്ല. ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി, ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി. കംപ്ലീറ്റ് മെസ്സേജ് ഇവിടെ കിടപ്പുണ്ട്. നാട്ടുകാർ മുഴുവൻ അറിയണം. ഇഷ്ടമല്ല തോണ്ടാനും പിച്ചാനും വന്നിട്ട് ഞാൻ നിന്ന് തന്നിട്ടുണ്ടോ? അതെ അതെ, ഇഷ്ടമല്ല. ഇതിനകത്ത് കയറി വന്ന് താൻ എന്നെ കൈവച്ചതോ? പിന്നെ ഞാനതിന് നിന്നേരാത്തോണ്ടല്ലേ. ഇനി ബാക്കി ഞാൻ കാണിക്കുന്നില്ല. ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നതാണ്, ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പ്രശ്നം എന്താണെന്ന് തനിക്കറിയില്ലേ, എൻ്റെ ഫോണിൽ എല്ലാ തെളിവുകളുമുണ്ട് എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അത് കേട്ട് പ്രകോപിതനായിട്ടാണ് സണ്ണി അവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഉപദ്രവിക്കുന്നത്. ഇനിയിപ്പോൾ തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സണ്ണിയും അതുപോലെ ആ സ്ത്രീയും തന്നെയാണ്. അതായത് സണ്ണി ശരിക്കും തോണ്ടാൻ പോയിട്ടുണ്ടോ, ആ ഫോണിൽ അങ്ങനെയുള്ള തെളിവുകളുണ്ടോ, അത് പരിശോധിച്ചിട്ട് ശരിക്കും നാട്ടുകാർക്ക് കാണണമായിരുന്നു. അതാണ് വേണ്ടത്. ഇന്നലെ മുതലെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്കുള്ള ഒരു പരിപാടിയാണിത്. അത് എന്താണെന്ന് വെച്ചാൽ തന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്നൊരു പരിപാടിയുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ എല്ലാ തെളിവുകളുമുണ്ട്, തനിക്ക് എന്താണ് അസുഖം എന്ന് എനിക്ക് അറിയാം കൃത്യമായിട്ട്. അതായത് ഈ സ്ത്രീയോട് ഈ സണ്ണി എന്ന് പറയുന്ന മാന്യൻ ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായിട്ട് പെരുമാറിയിട്ടുണ്ടോ,
അതാണ് എൻ്റെ ചോദ്യം. ഇനി അങ്ങനെ വല്ലതും ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു കലിയല്ലേ ഇത് എന്നുള്ള എൻ്റെ ഒരു മറുചോദ്യമാണ്. ഇന്നലെ ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കുറ്റം പറയുന്നുണ്ട്. വളരെ മോശമായിട്ട് അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർ ചോദിച്ചു വാങ്ങിച്ചതാണെന്നൊക്കെ പറയുമ്പോഴും അവർ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ എല്ലാ തെളിവുകളുമുണ്ട്, എൻ്റെ ഫോണിലുള്ള തെളിവുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് തെളിവുണ്ടാവുമല്ലോ. അതായത് ഇവൻ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആസ്ഥാന കോഴിയായിരിക്കുമല്ലോ. ഇവൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. അപ്പൊ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ ചെയ്യുന്നതാണെങ്കിലോ, ഇവന്റെ വീട്ടിലേക്ക് വെള്ളം പോകുന്നു എന്ന് വ്യാജേന മതിലിടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ മനഃപൂർവ്വം വെള്ളം അങ്ങോട്ട് വിട്ടതാണെങ്കിലോ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു വലിയ സംഭവം നടക്കാറുണ്ട്. ഇവൻ പലരോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പെരുമാറുന്നവനായിരിക്കാം. ഇന്നലെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചും ഇവന്റെ ബന്ധുക്കളുടെ മുന്നിലും മെമ്പറുടെ മുന്നിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് നല്ല രീതിയിൽ നൊന്തോ, അതുകൊണ്ടായിരിക്കാം ഇവൻ ഇമ്മാതിരി ചെറ്റത്തരം കാണിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ സ്ത്രീ വെറുതെ ഒന്നും പറയോ, അതായത് ഇവരുടെ മൊബൈലിൽ കൃത്യമായിട്ട് തെളിവുണ്ടാവുമല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്, അല്ലാതെ വെറുതെ പറയില്ലല്ലോ. ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവമാണ്. ഇന്നലെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞതുപോലെ ഒരു സംഗീതജ്ഞൻ, അയാൾ ഭയങ്കര ഫേമസ് ആവുമല്ലോ, ഫേമസ് പാട്ടുകാരനും കാര്യങ്ങളൊക്കെയാണ്. അയാൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വാതിലും മുട്ടും, തുറന്ന വാതിൽ ഞാൻ കയറും എന്ന് അയാൾ പറയുകയാണ്. ഡബിൾ മീനിങ് ആണ്. അയാളൊക്കെ എല്ലാരെയും മുട്ടും, തുറന്ന വാതിൽ ഞാൻ കയറുമെന്ന്. അതുപോലെ തന്നെ ഈ പോഴൻ ചിലപ്പോൾ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവൻ മെസ്സേജ് അയക്കുന്നുണ്ടാകും, കിട്ടിയ ഊട്ടി ഇല്ലേ ചട്ടി എന്നുള്ള തരത്തിൽ. ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഭർത്താക്കന്മാരോടൊന്നും മിണ്ടൂല. ഇനി ചില ആൾക്കാർ ഭർത്താക്കന്മാരോട് മിണ്ടിക്കഴിഞ്ഞാലും ഭർത്താക്കന്മാർ പറയും പോട്ടെ, ഇനി അവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ചില ഭാര്യമാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവനുമായിട്ട് ഇനി പോയിട്ട് അടിയും പിടി ആക്കണ്ട, അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിയും വേണ്ട എന്നൊക്കെ കരുതി നിൽക്കുന്ന ഭാര്യമാരും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ സഹോദരി ആരോടും ഇത് പറഞ്ഞില്ല, ഇവന്റെ കോഴിത്തരങ്ങളൊന്നും. ഇവരെ ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം. ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നത്തിന് ചിലപ്പോൾ തുടക്കമാകും. ചിലപ്പോൾ തന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ ആരോടും മിണ്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവൻ ഇങ്ങനെ വളർന്നു വരുന്നു. ഇവൻ ആ ഒരു വൈരാഗ്യം ശരിക്കും തീർക്കുന്നത് ഇതുപോലെ ആയിരിക്കാം. അതാണ് എൻ്റെ ഒരു സംശയം. ഏതായാലും ഇന്നലെ വധശ്രമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് പോലീസ് കേസെടുത്തത് എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതായത് എന്തിൻ്റെ പേരിലായാലും, അതായത് ഇവര് തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കാണ്, ശരിയാണ്. ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, അത് അനാവശ്യമാണെങ്കിൽ അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. അതായത് ആ സ്ത്രീ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആ സ്ത്രീയുടെ മൊബൈലിൽ അങ്ങനെ ഒരു തെളിവുകളില്ല. അവര് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്, തന്നെയും തൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്ന് കൃത്യമായിട്ട് വേണമെങ്കിൽ സണ്ണിക്ക് വന്ന് പറയാം. സണ്ണിക്ക് അത് പറയേണ്ട അവകാശമുണ്ട്. പക്ഷെ സണ്ണി അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് സണ്ണി അവിടുത്തെ ഒരു പ്രമാണിയാണ്, അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്, തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തി കഴിയുന്ന ഒരു വ്യക്തിയാണ് സണ്ണിക്ക്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോഴും തന്നെ ഭാര്യയെ പിടിച്ചിട്ട് നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യ പറയും, എൻ്റെ പൊന്ന് സാറേ ഇത് ഞാൻ തന്നെയാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത് എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ മാന്യന്മാരായിരിക്കും, അതായത് നല്ല പാല് പോലത്തെ തങ്കപ്പെട്ട മനുഷ്യനായിരിക്കും. സഹായം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ സഹായം ചെയ്യുക, എന്ത് കാര്യത്തിന് പോയി കഴിഞ്ഞാലും ആളും തരവും അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സഹായം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവൻ്റെയൊക്കെ വീക്ക്നെസ് എന്താണെന്നറിയാം, രാത്രിയാകുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ കയറിപ്പിടിക്കും. ഇതിനിടയ്ക്ക് ഞാൻ ഒരു പരിപാടി കണ്ടില്ല, അതായത് വിഷുവിനുള്ള ഒരു പരിപാടിയാണ്. അതിൻ്റെ അകത്ത് ഒരാൾ പോയിട്ട് ഒരു 65 വയസ്സുള്ള ഒരാളോട് ചോദിക്കുകയാണ്, ചേട്ടാ കുറച്ച് കൊന്നപ്പൂ തരണം ചേട്ടാ എനിക്ക് എങ്ങനെയെങ്കിലും. അയാൾ പറയുകയാണ്, നിനക്ക് തരാൻ ഇവിടെ കൊന്നപ്പൂ ഇല്ലടാ, നീ എവിടെയെങ്കിലും പോയിക്കോടാന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സുന്ദരികളായ യുവതികൾ വരുന്നു, വീട്ടമ്മമാർ, അവർക്ക് ഇയാൾ വാരിക്കോരി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്. നാട്ടിൻപുറമല്ല, നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് വാദിക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെ മൊബൈലിൽ തെളിവുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. അവരെ മൊബൈലിൽ ഇയാൾ വിളിച്ച തെളിവോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത തെളിവോ ഇല്ലെങ്കിൽ വോയിസ് ചാറ്റോ കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ആസ്ഥാന കോഴിയല്ലേ. അപ്പൊ അത് കിട്ടാത്തത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അതായത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ ഇവരോട് ട്രൈ ചെയ്തിട്ട് ഇവർക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുമാത്രവുമല്ല, ഇവന്റെ കുടുംബത്തെ സേഫാക്കിയിട്ട് മറ്റുള്ളവന്റെ കുടുംബം തകർക്കാൻ വേണ്ടി നോക്കുന്ന ചില ഊളകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അവന്മാരെ സൂക്ഷിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം കുളന്തോണ്ടി പോകുന്ന എനിക്ക് പറയാനുള്ളൂ.
ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അതായത് ഈ സ്ത്രീയെ കുറ്റം പറയുന്നവരെ ആ ഫോണിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ. ആ ഫോണിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.